വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിജേഷിന് നീതി കിട്ടി. പണവും പ്രതാപവുമുള്ള വ്യവസായി കൊച്ചോസേബ് ചിറ്റിലപ്പള്ളിക്കെതിരെ നിയമയുദ്ധം നയിച്ചാണ് നീതി തേടിയത്. ഇതിനാൽ വിജേഷിന്റെ നേട്ടത്തിന്റെ മാറ്റ് കൂടുകയാണ്. വീഗാലാൻഡിൽ വീണ് പരിക്കേറ്റ തൃശൂർ സ്വദേശിയായ യുവാവാണ് വിജേഷ് വിജയന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാമെന്ന് കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി ഹൈക്കോടതിയിൽ അറിയിച്ചു. വിജേഷിന് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ നൽകും. തുകയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാർച്ച് 1 ഹൈക്കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ നിന്നും കർശനമായ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഘട്ടത്തിലാണ് വിജേഷിന് നഷ്ടപരിഹാരം നൽകാൻ കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി തയ്യാറായത്. 2002 വീഗാലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിൽ നിന്നും വീണ് പരിക്കേറ്റ തൃശൂർ സ്വദേശിയായ വിജയൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഈ നിയമ പോരാട്ടം വിജയിച്ചത് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലാണ്. ബക്കറ്റ് ഷവർ എന്ന പേരിലുള്ള റൈഡിൽ നിന്ന് വീണാണ് വിജേഷിന് പരിക്കേറ്റത്. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ വിജേഷ് ചികിത്സയ്ക്കായി 25 ലക്ഷം രൂപയോളം ചെലവാക്കേണ്ടി വന്നു. ശരീരം തളർന്നുപോയ വിജേഷ് ഇപ്പോഴും വീൽചെയറിലാണ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്നാണ് വിജേഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സംഭവം തനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും അതിനാൽ 2.5 ലക്ഷം രൂപ നൽകാമെന്നുമായിരുന്നു ചിറ്റിലപ്പള്ളി ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചത്. ഇതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ചിറ്റിലപ്പള്ളിയുടെ നിലപാടിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി പണം എത്ര ഉണ്ടാക്കിയാലും അതിൽ ഒരു തരി പോലും മുകളിലേക്ക് കൊണ്ടുപോകാനാകില്ലെന്നും അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. തൃശൂർ സ്വദേശിയായ യുവാവ് വിജയൻ വീഗാലാൻഡിലെ റൈഡിൽ നിന്നും വീണ് പരിക്കേറ്റ് തളർന്നുപോയ അവസ്ഥയിലും തിരിഞ്ഞു നോക്കാത്ത സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ചിറ്റിലപ്പള്ളിക്ക് വിമർശനം കേൾക്കേണ്ടി വന്നത്. വീഗാലാൻഡിലെ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായ വിജയൻ പിന്നീട് ഫിസിയോതെറാപ്പി വഴിയും മറ്റും ജീവിതം തിരികെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയദാർഢ്യവും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സഹായവും കൊണ്ടാണ് ഇപ്പോഴും വിജേഷ് വിജയിക്കുന്നത്. വീഗാലാൻഡിലെ ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് പതിച്ചിട്ടും നട്ടലിന് ഗുരുതര പരിക്കേറ്റ് ശരീരം തളർന്നിട്ടും വിജേഷ് തന്റെ ഉള്ളിലെ സംഗീതം വിട്ടിരുന്നില്ല. ഈ സംഗീതത്തോടുള്ള ആരാധനയും ഉപാസനയുമാക്കി ഗുരുവായൂർ സംഗീതോത്സവത്തിലടക്കം അദ്ദേഹം പാടുകയുമുണ്ടായി. 2002 വിജയന് വീഗാലാൻഡിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത്. അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബവും യുവാവിന് ഒപ്പം നിന്നു. അപകടത്തിന് ശേഷം എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വിജേഷ്. ഇപ്പോൾ ചെറുതായി നടക്കാൻ സാധിക്കും. 2002 തൃശ്ശൂരിൽ നിന്നും വീഗാലാൻഡിലേക്ക് വിനോദയാത്ര പോയ വിജേഷിന് വീണ് പരിക്കേൽക്കുന്നത്. യഥാസമയം ചികിത്സ ലഭിക്കാത്തതാണ് ശരീരം തളർന്നു പോകാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ഈ വീഴ്ച മറയ്ക്കാൻ വേണ്ടി വീഗാലാൻഡ് ഉടമ കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി പലതരത്തിലും ശ്രമങ്ങൾ നടത്തി. തുടക്കത്തിൽ ചികിത്സയ്ക്കായി നൽകിയ 50,000 രൂപ മാത്രമാണ് സഹായമായി ലഭിച്ചത്. പിന്നീട് തിരുവനന്തപുരത്ത് CPM സമരത്തിനെതിരെ ആഞ്ഞടിച്ച വീട്ടമ്മ സന്ധ്യയ്ക്ക് ചിറ്റിലപ്പള്ളി 5 ലക്ഷം വാഗ്ദാനം ചെയ്തതോടെ വിജേഷിന്റെ പ്രശ്നം മുഖ്യധാരയിലെത്തുകയായിരുന്നു. തുടർന്ന് വിഷയം മാധ്യമങ്ങളിലും ചർച്ചയായി. സംഭവം പരാതിയും കേസുമായപ്പോൾ ചിറ്റിലപ്പള്ളി സ്വയം കൈകഴുകാനാണ് ശ്രമം നടത്തിയത്. മദ്യപിച്ച് 2 അടി വെള്ളത്തിലേക്ക് എടുത്തുചാടിയാണ് വിജേഷ് ദുരന്തം ക്ഷണിച്ചു വരുത്തിയതെന്നായിരുന്നു ചിറ്റിലപ്പള്ളിയുടെ വിശദീകരണം. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് വിജേഷും പറഞ്ഞു. അന്ന് വീഗാലാൻഡിൽ അപകടത്തിൽപ്പെട്ട തനിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ അവിടെ ഡോക്ടർമാരോ ഒരു നഴ്സോ പോലും ഉണ്ടായിരുന്നില്ല എന്നും വിജേഷ് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. സ്വന്തം സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച മറച്ചു വെക്കാനാണ് വീഗാലാൻഡിന്റെ ഉടമസ്ഥൻ ഇല്ലാ കഥകൾ പറയുന്നതെന്നും യുവാവ് മറുപടി നൽകി. വിനോദയാത്രയിൽ അപകടത്തിൽപ്പെടുമ്പോൾ വിജേഷിന് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തൃശൂരിലെ മഹാരാജ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിരുന്നു ആ വിനോദയാത്ര. സുഹൃത്തുക്കളും ലൈഫ് ഗാർഡും ചേർന്നാണ് വിജേഷിനെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയത്. ഫസ്റ്റ് എയ്ഡ് കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അവിടെ ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കുകയായിരുന്നു. തൃശൂർ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അപകടത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയുന്നത്. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ 4 മണിക്കൂറിനുള്ളിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. പിന്നീട് വിജേഷിന്റെ സുഹൃത്തുക്കൾ വഴി ചിറ്റിലപ്പള്ളിയുമായി ബന്ധപ്പെട്ടു. ആശുപത്രിയിൽ വന്ന് 50,000 രൂപ നൽകിയ ശേഷം തൽക്കാലം ഇതിരിക്കട്ടെ, ചികിത്സയ്ക്ക് വേണ്ട ചിലവെല്ലാം നോക്കാമെന്നായിരുന്നു വീഗാലാൻഡിന്റെ വാഗ്ദാനം. പിന്നീട് ആശുപത്രിയിൽ ICUവിൽ വന്ന് തളർന്നു കിടന്നപ്പോൾ കൈവിരൽ വെള്ളപ്പേപ്പറിൽ പതിപ്പിച്ച് തന്ന പൈസയ്ക്കുള്ള രേഖയാണെന്ന് ധരിപ്പിച്ചു. പിന്നീട് കോടതിയിലെത്തിയപ്പോഴാണ് പരാതിയില്ലെന്ന് ആ പേപ്പറിൽ എഴുതി ചേർത്തതാണെന്ന് മനസ്സിലാക്കിയതെന്നും വിജേഷ് വ്യക്തമാക്കിയിരുന്നു.